മക്കയിലെ വിശുദ്ധ കൗബാലയത്തിൽ പുതിയ കിസ്വ അണിയാൻ ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി. ഹിജ്റ കലണ്ടർ പ്രകാരം മുഹറം 1-നാണ് കൗബയിൽ പുതിയ മൂടുപടം അണിയുന്നത്. കിസ്വ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ അറബ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ്. ആകെ 7 ഘട്ടങ്ങളിലൂടെ 1 മീറ്ററിൽ 9,900-ലധികം പട്ടുനൂലുകൾ കോർത്തിണക്കിയാണ് ഈ പുതപ്പ് തയ്യാറാക്കുന്നത്. ഹിജ്റ പുതുവർഷ പുലരിയിൽ മക്കയിലെ കഅബാലയത്തിൽ പുതിയ കിസ്വ അണിയിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ നിർമ്മാണ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ 7 ഘട്ടങ്ങളിലൂടെയാണ് കിസ്വയുടെ നിർമ്മാണം നടക്കുന്നത്. പട്ടുനൂലുകൾ കഴുകി വൃത്തിയാക്കി കറുപ്പും പച്ചയും ചായങ്ങൾ മുക്കുന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടങ്ങൾ. കഅബയുടെ പുറം ഭാഗത്തിന് കറുപ്പ് നിറത്തിലുള്ള പട്ടും ഉൾവശത്തിനും മദീനയിലെ റൗള ഷരീഫിനുമായി പച്ച നിറത്തിലുള്ള പട്ടുമാണ് ഉപയോഗിക്കുന്നത്. തുടർന്ന് യന്ത്രങ്ങളിലൂടെ ഈ പട്ടുനൂലുകൾ തുണിയാക്കി മാറ്റും. 1 മീറ്റർ നീളമുള്ള തുണി നെയ്യാൻ 9,900-ലധികം നൂലുകളാണ് കോർത്തിണക്കുന്നത്. സിൽക്ക് സ്ക്രീൻ സാങ്കേതിക വിദ്യ വഴി ഈ പട്ടുതുണിയിലേക്ക് ഖുർആൻ സൂക്തങ്ങളും ഡിസൈനുകളും കൃത്യതയോടെ പ്രിന്റ് ചെയ്യുന്നു. തുണിയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ശേഷം വെള്ളിനൂലുകളും സ്വർണം പൂശിയ വെള്ളിനൂലുകളും ഉപയോഗിച്ചാണ് ഈ ഖുർആൻ വചനങ്ങൾ തുന്നി ചേർക്കുന്നത്. അക്ഷരങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തുന്നാനായി ഇതിന്റെയുള്ളിൽ പരുത്തി നൂലുകൾ നിറക്കാറുണ്ട്. ഒടുവിൽ കടുത്ത ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് കിസ്വ തയ്യാറാക്കുന്നത്. മക്കയിലെ കിങ് അബ്ദുൽ അസീസ് കിസ്വ കോംപ്ലക്സിന്റെ കണക്കുകൾ പ്രകാരം 1 വർഷത്തെ നിർമ്മാണത്തിന് 825 കിലോ അസംസ്കൃത പട്ടും 120 കിലോ സ്വർണം പൂശിയ വെള്ളിനൂലുകളും ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ 60 കിലോ ശുദ്ധമായ വെള്ളിയും 410 കിലോ പരുത്തിയും നിർമ്മാണത്തിന് ആവശ്യമാണ്. ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഓരോ വർഷവും കിസ്വ തയ്യാറാക്കുന്നത്. 2 ദിവസത്തിന് ശേഷം, അതായത് മുഹറം 1-ന് കഅബയിൽ പുതിയ കിസ്വ അണിയും. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.